നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വിശിഷ്ട വ്യക്തിയെ കാണാനാണ്. എനിക്കറിയാം. ആര്യാ? പത്മശ്രീ രാമചന്ദ്ര പുലവർ. രാമചന്ദ്ര പുലവർ. ഈ പുലവർ എന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ, അതെന്താന്ന് നമുക്ക് ചോദിക്കാം. കാണണം. ഇതിനകത്തല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരൂ വരൂ, നമുക്ക് അകത്ത് കയറാം. ഇതിലാരാ? നമസ്കാരം. നമസ്കാരം പറഞ്ഞിട്ട് എന്ത് മനസ്സിലായി? സാറ് തന്നെയാണെന്ന് മനസ്സിലായി. സാറിനെ തന്നെയാണ് നമ്മൾ അന്വേഷിച്ച് വന്നതെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. സാർ നമസ്കാരം. ഓക്കെ, അപ്പൊ എന്തിനാ വന്നത്? എനിക്കെല്ലാം കാണണം. പാവക്കൂത്ത് കാണാൻ വന്നതാണോ? കൂത്ത് കാണണം. പിന്നെ ഈ കൂത്ത് നടക്കുന്ന സ്ഥലമാണോ കൂത്തമ്പലം? അതാണ് കൂത്തമ്പലം. ഭയങ്കര കൂത്തായിരിക്കുമല്ലോ. ഭയങ്കര കൂത്തായിരിക്കും. ഇവിടെ കേരളീയം പരിപാടി നടക്കാണ്. ഇവിടെ 7 ദിവസമായിട്ട് ഇവിടെ തോൽപ്പാവക്കൂത്തിന്റെ മഹാമേള നടക്കുകയാണ് കേരളീയത്തിൽ. ഹലോ, നമസ്കാരം. ഇതുകൊണ്ടാണോ കായ ഉണ്ടാക്കുന്നത്? ഇത് തോല് കൊണ്ട് പാവ ഉണ്ടാക്കുന്നത്. ആണോ? ഇത് എന്തിനു തോല? ഇത് കളത്തോല. ഓക്കെ. വരച്ച് ഏത് പാവയാണ് വേണ്ടത് നമ്മളിങ്ങനെ വരച്ച് എന്നിട്ട് നമ്മളത് ഇങ്ങനെ കൊത്തിയെടുത്ത് പിന്നെ അത് ചായങ്ങൾ കൊടുത്ത് അങ്ങനെയാണ് പാവ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയ പാവയാണ് അല്ലേ? സാറ് കാണിച്ചു ഇതാരാന്നറിയോ? ചാക്യാറാണോ? എനിക്കറിയാം. ചാക്യാർ കൂത്താണ്. അത് നിനക്ക് എങ്ങനെ അറിയാം? ഒരു മീശ താഴോട്ട് ഒരു മീശ മേലോട്ട്. അങ്ങനെയാണല്ലേ? അപ്പൊ ചാക്യാർക്ക് നല്ല മീശ വെക്കൂലേ? പറ്റൂല അല്ലേ? കിരീടം കൊണ്ടറിയാലേ ചാക്യാരാണ്. ഓക്കെ, ചാക്യാർ കൂത്ത് വല്ലതും അറിയോ? എനിക്കറിയാം. അത്രയും തണ്ടണ്ട വേണ്ട. ഇതെങ്ങനെയാ? ഞാൻ കണ്ടിട്ടുണ്ടല്ലേ? വെരി നൈസ്. ഇതെങ്ങനെയാ കളിക്കുന്നേ? ഇതോ ഇതിലിവിടെ 2 ഭാഗത്ത് കോലിടും. കാണിച്ചു തരാം. ഇപ്പൊ ഉണ്ടാക്കി പൂർത്തിയാക്കിയിട്ടില്ല. പേടിച്ചോണ്ടിരിക്കുകയാണ്, ചായം കൊടുത്തോണ്ടിരിക്കുക. പിന്നെ അങ്ങനെ ഓരോന്നും കാണിച്ചു തരാം. പേരിടാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ കണ്ണ് തുറക്കലും ഉന്മീലനം എന്ന് പറയും. കണ്ണ് തുറക്കലും പിന്നെ പേരിടലൊക്കെ ഒരേ സമയത്തായിരിക്കും പാവങ്ങൾക്ക്. ഇതെന്താണെന്നറിയോ? ഏതൊരു പടയാളിയാണല്ലേ? നമ്മുടെ കളരിപ്പയറ്റിന്റെ കലാകാരനാണ്. കളരിപ്പയറ്റ് ചെയ്യുന്ന കലാകാരനാണത്. ചാടിയും മറിഞ്ഞും. കളരിപ്പയറ്റ് അറിയോ? എനിക്കറിയാം. ഇടത്ത് കുത്തി വലത്ത് കുത്തി ചാടി തിരിഞ്ഞ് ഇടം വലം തിരിഞ്ഞു വെട്ടി ഇടം കെട്ടി വടം കെട്ടി എരിഞ്ഞമർന്ന പിന്നെ എഴുന്നേറ്റ് നടു അടയി. അത് കോമഡി ആക്കരുത്. കോമഡി ആക്കും. പക്ഷെ എനിക്കിഷ്ടമാണ്. കേരളത്തിന്റെ കലയാണ്. കണ്ടോ? ഓക്കെ. ഇതെങ്ങനെ കളിക്കുന്നേ? ഇതെങ്ങനെ കളിക്കുന്നു പറഞ്ഞില്ലേ? കളിപ്പിച്ച് കാണിച്ചു തരും. ഇടത്തുമാറി വലത്തുമാറി അങ്ങനെയൊക്കെ തിരിച്ചു കഴിഞ്ഞ് കളിക്കും. കണ്ടോ? ചെണ്ട അല്ലേ? ആരാന്റെ ചെണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? ആരാന്റെ ചെണ്ട? ആരാന്റെ ചെണ്ടയില്ല, ആരാന്റെ ചെണ്ട. ആരാന്റെ ചെണ്ട ഇല്ലല്ലേ? അറിയോ? മനസ്സിലായി. എന്താ? ചാക്യാർകൂത്തിന്റെ മിഴാവല്ലേ? കൈകൊണ്ട് കിട്ടുന്ന അല്ലേ? ഇനി ഇത് മാത്രല്ല, ചിലതിനൊരു കൂടൊക്കെ ഉണ്ടാവും. ഇതാണ് കാണാൻ സ്റ്റൈല്. അതെല്ലേ? അടിപൊളി. ഇത് നമ്മുടെ കളരിപ്പയറ്റിന്റെ വേറെ. അത് വാൾപ്പയറ്റ് എന്ന് പറയുമ്പോ 2 കഥാപാത്രങ്ങൾ വേണമല്ലോ, അവര് തമ്മിലാണ് ഫൈറ്റ്. അയ്യോ, എന്നെ കിട്ടും. നിന്നെ കിട്ടില്ല. ഇതെന്താ? ഇതാരാന്നറിയോ? എനിക്കറിയാം. പാട്ടൊക്കെ അറിയാലേ? പാട്ടറിയാലേ? കേട്ടു പഠിച്ചു, പാടി പഠിച്ചു ഇല്ലേ? ഓക്കെ, അങ്ങനെയാണോ കേട്ടു നടക്ക? ഓക്കെ. ഇത് ആരാ? എനിക്കറിയാം. കണ്ടിട്ടുണ്ട്. കപ്പലിൽ വന്ന ആളാണ്. എവിടെ? കാപ്പാട് വന്ന അവിടെ ഇറങ്ങി കാല് കുത്തിയല്ലേ? ആരാ? എനിക്കറിയാം. ആ ചിത്രം കണ്ടാലും നിനക്കറിയാമോ? എനിക്കറിയാമില്ല. അറിയാല്ലേ? ഓക്കെ, എങ്കിൽ പിന്നെ ഇത് ആരായിരിക്കും? ഒരു വാള് പിടിച്ചൊരു സ്ത്രീ. ഉണ്ണിയാർച്ചയാണോ? ഉണ്ണിയാർച്ചയാണോ? ഉണ്ണിയാർച്ചയാണ്. അറിയോ? ഓക്കെ.
ഓക്കെ ഇതാരാണെന്ന് നോക്കിയേ, ആ ഇതാരാ? അനന്തപത്മനാഭൻ. ആ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? അനന്തപത്മനാഭൻ കണ്ട ഉടനെ വണങ്ങണം അല്ലേ? വണങ്ങണം. വണങ്ങണം, നമസ്കാരം. വണങ്ങണം അല്ലേ? അതെ അതെ അതെ. ഇനി നമുക്ക് ഇത് ലക്ഷ്മണൻ, ഹനുമാൻ. ലക്ഷ്മണൻ. ഇല്ലണ്ടല്ലോ. വില്ലുണ്ട് ലക്ഷ്മണൻ. വില്ലുണ്ട് വില്ലുണ്ട്. അത് ഹനുമാൻ. ഹനുമാൻ. ഇത് ഡാൻസിങ് ക്യാരക്ടറാണ്. ഡാൻസ് ചെയ്യുന്ന കയ്യും മുടിയും കയ്യിന്റെ അവയവങ്ങളും. ഡാൻസിങ് ഗേൾസ്. ഡാൻസിങ് ഗേൾ. ഇത് രാവണൻ. ഇരിക്കുന്ന രാവണൻ. ഇത് അശോകവനത്തിൽ ഇരിക്കുകയാണ് സീത. സീതയോട് സംസാരിക്കുകയാണ്. സീതേ, എനിക്ക് പത്നിയായിട്ട് വായോ. അപ്പൊ കുറച്ച് ആഭരണങ്ങളൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് വരും. എനിക്കറിയാം, അഴകിയ രാവണൻ. അറിയാല്ലേ? അഴകിയ രാവണൻ. ഇങ്ങനെ വീരവാദങ്ങളൊക്കെ പറയും സീതയോട്. ആ ഒരു സംഭാഷണമാണിത്. ഇത് പിന്നെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇന്ദ്രജിത്തിനാണ് ഈ ചക്രമൊക്കെ തിരിയും. ചക്രമൊക്കെ തിരിഞ്ഞ് ഓടുന്നതായിട്ട് തലയൊക്കെ ആടും. അങ്ങനെ പോകുന്നു. ഇത് നമ്മളുടെ ദുർവാസ മഹർഷിയാണ്. ഭയങ്കര ദേഷ്യക്കാരനല്ലേ? അദ്ദേഹം പറയുന്ന അനുസരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നിൽക്കണം. അല്ലെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് ശപിക്കും. അതെ, പാലാഴി മന്ത്രം ഉണ്ടായല്ലോ. ആ പാലാഴിയിൽ നിന്ന് അമൃതം ഉണ്ടാവാനുള്ള കാരണം അദ്ദേഹമാണ്. ഇത് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? പറയാൻ കഴിയോ ഏതാണെന്നുള്ളത്? അറിയില്ല അല്ലേ? കുടക്കാരൻ. എപ്പോഴും രാവണന്റെ സദസ്സിലൊക്കെ ഈ കുട പിടിച്ചു നടക്കും. ഞാൻ കുട പിടിക്കണോ? എനിക്ക് 18 ഭാര്യ. എങ്ങനെ അരഭാര്യ വന്ന്? അവള് ചെറിയ കുട്ടിയാണ്. ഇയാളുടെ വളവും ആ ദേഹപ്രകൃതി കണ്ട് മോഹിച്ചു കൂടിയാത്ര ഈ 18 ഭാര്യമാരും. അങ്ങനെയാണ് തോൽപ്പാവക്കൂത്തില് ഈ എന്താ പറയാ കോമഡി പറയുന്ന കോമഡി കഥാപാത്രമാണ്. അപ്പൊ അതായത് കോമഡിയൻ, അത് വിദൂഷകൻ. അവൻ തോൽപ്പാവക്കൂത്തിലെ കുടക്കാരൻ, വിദൂഷകൻ. ഇത് കമ്പരാമായണത്തിൽ ഇല്ല. ഇത് പൂർവികര് ചിട്ടപ്പെടുത്തിയ ഒരു കഥാപാത്രമാണ്. രസകരമാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ പുരാണം പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേദ്യം കയറി വരും. ഹലോ, എന്താ വേണ്ടത്? ഞാൻ കുട പിടിക്കണോ? ഞാൻ പാട്ട് പാടണോ? എന്നിട്ട് നാടൻ പാട്ടൊക്കെ പാടും. അങ്ങനെ ഒരു ശൈലിയിൽ കൊണ്ടുപോകുന്ന ഇത് നമ്മളുടെ നാരായണ ഗുരു. കേട്ടിട്ടില്ലേ? ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവൻ. അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ കഥ ചെയ്യാൻ പോവാണ്. അതേതായാലും മനുഷ്യൻ നന്നായാ മതി എന്നുള്ള ആശയങ്ങള്. ഇതാരാന്നറിയോ? ഞങ്ങൾ ഇവിടെ കേരളീയ പരിപാടിക്ക് വന്നതാണ്. ഇപ്പൊ കേരളീയത്തില് കേരള നടനം, കേരള ചരിത്രം തോൽപ്പാവക്കൂത്തിലൂടെ അവതരിപ്പിച്ചു മിനിഞ്ഞാന്ന്. അപ്പൊ അതില് ഈ കഥാപാത്രം പൂർത്തിയായിരുന്നില്ല. ഇനി കോലൊക്കെ വെച്ച് കെട്ടണം, അവതരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. മുച്ചിലോട്ട് ഭഗവതി. മുച്ചിലോട്ട് ഭഗവതി. അതെ 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 അതെ. എന്താ തോന്നുന്നു? അതുപോലെ തന്നെ തോന്നുന്നു. അതെ അതെ അതെ. മുച്ചിലോട്ട് ഭഗവതിയാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. വണങ്ങണം അല്ലേ? കണ്ടു കഴിഞ്ഞാ വണങ്ങി. ഇത് വാൾഹ്യാങ്ങാണ്. ഇത് പിന്നെ ഹനുമാൻ, ഗതയില്ലാത്ത ഹനുമാൻ. ഇത് വടമാല. ഇത് വടമാല. എങ്ങനെ ഹനുമാന്റെ കാര്യത്തില് വടമാലയില്ലേ? വടമാലയുണ്ട്. എന്തിനാ വടമാല നേരുന്നറിയോ? നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെ സാധിക്കാൻ വേണ്ടിട്ട്. കല്യാണം കഴിച്ചിട്ടുണ്ടോ? അയ്യോ, ഒരെണ്ണം കഴിച്ചതാ. ഒന്ന് മതി. ഇനി അതായത് ഇനി കഴിക്കാത്തവരുണ്ടെങ്കിൽ പറയാ, ഹനുമാനെ വടമാല ചാർത്തിയാൽ മതി, കാര്യം സാധിക്കും, കല്യാണമൊക്കെ വേഗം കഴിയും. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഐതിഹ്യങ്ങളുണ്ട്. ഓരോ 21 ദിവസത്തെ കഥയാണ് തോൽപ്പാവക്കൂത്ത്. എല്ലാ ദിവസവും ഓരോ ഐതിഹ്യമുള്ളതാണ് തോൽപ്പാവക്കൂത്തിന്റെ. ഇത് ലക്ഷ്മണൻ, വലിയൊരു പാവയാണ്, യുദ്ധം ചെയ്യുന്ന പാവയാണ്. ഇതവിടെ കണ്ടല്ലോ ചാക്യാര്, നേരത്തെ കണ്ടല്ലോ. ഇത് വേറൊരു നാടിന്റെ ആന്ധ്രയിലത്തെ ഒരു പാവയാണ്. ആട്ടും തോല് കൊണ്ട് കൊത്തുപണിയില്ല, പക്ഷെ ചായങ്ങളാണ് പ്രാധാന്യം. ഇങ്ങനത്തെ പാവയാണിത്. ആന്ധ്ര സ്റ്റൈലിലെ അവിടുത്തെ ഹനുമാനാണ്. എന്റെ വാലക്കിളവും കിടന്ന് മറിയും തിരിയും ഇതൊക്കെ ചെയ്യും. ലൈറ്റ് പുറകിൽ ലൈറ്റ് അടിച്ചിട്ട് തന്നെയാണോ? അതെ 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 അതെ. എല്ലാ ലോകത്തിലെ എല്ലാ പാവകളും പണ്ട് കാലത്തെ വിളക്കാണ് ഉപയോഗിച്ചിരുന്നത്. മെഴുകുതിരി എണ്ണ വിളക്കും. ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന നാളികേരം ഉടച്ചുകൊണ്ട് അതിന്റെ അകത്ത് എണ്ണ വാർന്നിട്ട് അതിലാണ് വെക്കുക. ഇത് ശ്രീരാമൻ ഇരിക്കുന്നതാണ് സിംഹാസനം. ഈ കാണുന്ന ഈ കൊത്തുപണിയില്ലേ, ഇതിനെ പറയുന്ന പേരെന്താന്ന് പറയാ? വീരാളിപ്പട്ടെന്നാ പറയാ. നമ്മളെ ഏറോളെ കണ്ടിട്ടില്ലേ? ഏത് വീട്ടിലാ താമസിക്കുന്നത്? എവിടെ താമസം? വീടൊക്കെ ഇല്ലേ? ആ വീട്ടിന്റെ മുകളിൽ ഏറോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? പണ്ട് കാലത്തെ രാജാക്കന്മാരുടെയും സമ്പന്നരുടെയും വീടുകളിലൊക്കെ എയർഹോൾ ഇങ്ങനെ ഉണ്ടാക്കുക. ഈ ഷേപ്പ്. അതിനർത്ഥം എന്താ അറിയോ? ലക്ഷ്മി ദേവി പണം
നിറയെ വീട്ടിൽ കയറി വരും. അതിലൂടെ വരുന്ന എല്ലാ വഴിയെ കൂടി വരുമ്പോ ഇതൊക്കെ ഉണ്ടാക്കും, നിറയെ ഉണ്ടാക്കും. അപ്പൊ സമ്പന്നരുടെ വീടുകൾ ഉണ്ടാക്കുന്ന ഡിസൈനാണിത്. അങ്ങനെ എല്ലാം നമ്മളെ ഗ്രാമീണ തത്തയുണ്ട്. രാമസിംഹത്തിന്റെ പരാക്രമമാണ്. ഒരു രാജാവ് ആ സിംഹത്തെ പോലെ പരാക്രമമായിരിക്കണം എപ്പോഴും. പിന്നെ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, പിന്നെ പരാക്രമശാലി ആവണം. അപ്പൊ സിംഹത്തിന്റെ ലോഗോ അങ്ങനെയാണ്. ഇതാരാ? മുഖ്യമന്ത്രിയാണോ? അതെ അതെ അതെ, പിണറായി വിജയൻ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ തോൽപ്പാവക്കൂത്തിലൂടെ കഥ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇന്ദ്രജിത്ത്. ഇതൊരു ചെറിയ പാവയാണ്, എന്റെ വലിയ പാവയുണ്ട് ഇന്ദ്രജിത്ത്. ഇത് സിംഹത്തിന്റെ അടയാളം, ഈ സിംഹ കൊടി. അപ്പൊ സിംഹമാണത്. അപ്പൊ ഇന്ദ്രജിത്തിനെ അറിയണമെന്നുണ്ടെങ്കിൽ സിംഹ പരാക്രമം ഉണ്ട്. രാജാവിന്റെ മകനല്ലേ, രാവണന്റെ മകനല്ലേ, അപ്പൊ സിംഹ പരാക്രമി. പിന്നെ അദ്ദേഹത്തിന്റെ വ്യാളി ആണ്, തേരിന്റെ. അതെല്ലാം കൂടുതൽ പരാക്രമങ്ങളെ കാണിക്കുന്നതാണ്. മായാവിയാണ്. 5 പേരുണ്ട്. മായാവി എന്ന് പേരുണ്ട്, ഇന്ദ്രജിത്ത് എന്ന് പേരുണ്ട്, രാവണി എന്ന് പേരുണ്ട്. സാധാരണ മൂത്ത മക്കൾക്ക് എന്താ പേരിടാ അറിയോ? അച്ഛന്റെ പേര് കൂട്ടിയെടുത്തേ. അപ്പൊ രാവണന്റെ പുത്രൻ രാവണി. മേഘനാഥൻ. മേഘനാഥൻ എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ ഗർജിക്കുന്ന പോലെ ഗർജിച്ചു ഇവൻ. അമ്മ പ്രസവിച്ചപ്പോ മേഘങ്ങൾ എങ്ങനെ ഗർജിക്കുക? ഇടിവെട്ടില്ലേ? അതേമാതിരി എല്ലാവരും നടുങ്ങിപ്പോയി. അവന്റെ ആ പ്രസവ സമയത്ത് ഇങ്ങനെ മേഘം ഗർജിച്ചപ്പോ. അതാണ് ഇന്ദ്രിയത്ത്. ഇത് വ്യാളി. ഇങ്ങനെയൊക്കെയാണ്. ഇതാരാന്നറിയോ? വിമാനം, പുഷ്പക വിമാനം, രാവണൻ, സീത. അപ്പൊ ഇതാരാ? സീതേനെ തട്ടിക്കൊണ്ടുപോവാ. സീതേനെ തട്ടിക്കൊണ്ടുപോകുന്ന ഭാഗമാണല്ലേ? അതെ 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 അതെ. അപ്പൊ ഇതാണ് കല്യാണം കഴിച്ചതല്ലേ? തട്ടിക്കൊണ്ടുവന്നല്ലോ. വെരി ഗുഡ്. അപ്പൊ സീതനെ രാവണൻ തട്ടിക്കൊണ്ടു പോണ്. ആരും തട്ടിക്കൊണ്ടു പോകരുതെന്ന് കാണിക്കുന്ന ആ കഥയാണ് രാമായണത്തിലൂടെ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സീത കൊണ്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇത് ഭരതൻ. അവിടെ കണ്ടല്ലോ വേറൊരു പാവ. ഇത് വിദേശത്തൊരു പാവയാണ്. ഫ്രാൻസിലെ ഗ്രാമീണ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു പാവയാണിത്. ഇത് അവിടുന്ന് ഉണ്ടാക്കി വന്ന അവിടെ തോൽപ്പാവക്കുത്ത് ഉണ്ടല്ലേ? അവിടെ എല്ലാ നാട്ടിലും ഒരുപാട് രാജ്യങ്ങളിലുണ്ട്. ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഞങ്ങളൊരു ഫ്യൂഷൻ ചെയ്തു. പഞ്ചാന്തരം കഥയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഫ്യൂഷൻ ചെയ്തു. അപ്പൊ അവിടുത്തെ സംസ്കാരം, ഫ്രാൻസിന്റെ സംസ്കാരം, അവിടുത്തെ പാവയാണിത്. ഇതെന്താ അറിയോ? പ്രാവല്ല, കോഴി. കോഴിയാണല്ലേ? അറിയാലേ? അപ്പൊ ഇത് കോഴി. ഇത് ഞങ്ങളുടെ പഞ്ചാന്തരം കഥയിൽ ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രമാണ്. പമ്പമ്പുഴ രാവണ, കുംഭകർണ വിഭീഷണ. അറിയാലേ? ഇതെല്ലാം കേട്ടിട്ടുണ്ടല്ലേ? കേട്ടിട്ടുണ്ട്. അപ്പൊ രാമൻ അസ്ത്രം അയക്കും. അപ്പൊ അസ്ത്രം അയക്കുമ്പോ രാവണനൊക്കെ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് എത്രയോ ജന്മങ്ങൾ തപസ്സിരുന്നിട്ടാണ് ഈ ഒരു ജന്മം നമുക്ക് കിട്ടുന്നത്. അപ്പൊ രാവണനൊക്കെ അറിയാം. അപ്പൊ രാവണനെ അസ്ത്രം അയക്കുമ്പോ ഈ അസ്ത്രം ഒരു അസ്ത്രം ഇവിടെ വന്ന് കൊള്ളും. അപ്പൊ കഴുത്തുതാ ഇതങ്ങനെ പെട്ടെന്ന് രാവണൻ വീഴും. അതോടൊപ്പം തന്നെ അടുത്ത ഒരാൾ എന്ത് ചെയ്യറിയോ? ഇതിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ 2 ചിറകുകളും ഈ രാവണന്റെ കയ്യും എല്ലാം മുറിഞ്ഞു വീണു പോകും. അപ്പൊ എന്നിട്ട് ഇങ്ങനെ പിടിക്കും. അങ്ങനെ പിടിക്കും. അങ്ങനെ അപ്പൊ രാവണനെ കൊന്നു, വധം കഴിഞ്ഞു എന്ന് ജനങ്ങൾ അറിയുമ്പോൾ എല്ലാവരും സന്തോഷം ഉണ്ടാവും. എല്ലാവർക്കും ദുഷ്ടനിഗ്രഹം, ഭഗവാന്റെ ഉദ്ദേശം കാര്യം സാധിച്ചു എന്നതാണ് ഇതിന്റെ. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും. അപ്പൊ രാവണന്റെ കയ്യിലെ വാള് കണ്ടില്ലേ? ഇതുപോലുള്ള വാളൊക്കെ പിടിച്ചുകൊണ്ടാ രാവണൻ രാക്ഷസന്മാരൊക്കെ യുദ്ധത്തിന് പോവാ. എല്ലാം കണ്ട പേടിക്കും. ഗത, ഹനുമാന്റെ കയ്യിലുള്ള ഗത വേറെ എടുത്ത് കാണിക്കും. അപ്പൊ യുദ്ധം ചെയ്യാനുള്ള എല്ലാ ആയുധങ്ങളും എല്ലാവരുടെ കയ്യിലുണ്ട്. ഹനുമാന്റെ കയ്യിലുണ്ട്, രാവണന്റെ കയ്യിലുണ്ട്, വാളായിട്ടുണ്ട്. ഇങ്ങനെ ഇതാണ് ഇതിന്റെ രീതി. കുട്ടികൾക്ക് വേണ്ടിയിട്ട് തോൽപ്പാവക്കൂത്തിലൂടെ ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ LKG UKG കുട്ടികൾക്കൊക്കെ, ചെറിയ കുട്ടികളൊക്കെ വരുമ്പോ പാവാന്ന് പറയുമ്പോ അവർക്ക് കണ്ടാൽ നല്ല അതിശയായിരിക്കും. അങ്ങനെ കണ്ട ഇഷ്ടമായില്ലേ? ഇത് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇത് LKG കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള പാവ. രാജീവ്, എൻ്റെ മോൻ ചെയ്തിട്ടുള്ളതാണ്. രാജീവ്. പിന്നെ ഈ പാവ നമ്മുടെ തായ്ലൻഡത്തെ പാവയാണ്. അവിടെയൊക്കെ എല്ലാ കടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതുപോലുള്ള പാവകളൊക്കെ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കളിപ്പിക്കും. അപ്പൊ തായ്ലൻഡ് ഭാഷ അറിയോ? അല്ലേ? അറിയില്ല. എനിക്കും അറിയില്ല. അറിയില്ല. ഹലോ, നമസ്കാരം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനേ
തായ്ലൻഡിൽ നിന്ന് വന്നിരിക്കുക. ആണോ? ആ, ഇവിടെ തോൽപ്പാവക്കൂത്തുണ്ടെന്ന് കേട്ടു. ആണോ? ആ, അപ്പൊ അത് കാണാൻ വന്നിരിക്കുകയാണ്. കണ്ടോ? ആ, കാണാൻ പോകുന്നു. ഇന്നലെ കണ്ടു, മിനിഞ്ഞാന്ന് കണ്ടു, കേരളീയം കണ്ടു, ഗാന്ധി കഥ കണ്ടു, രാമായണം കണ്ടു. ഇന്ന് സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾ മാത്രം ചെയ്യുന്ന കഥയാണത്രേ. അത് കാണാൻ വന്നിരിക്കുകയാണെന്ന്. ആ, ഓക്കെ. വെൽക്കം ടു കേരള. താങ്ക് യു, താങ്ക് യു. ഓക്കെ. പിന്നെ ഇത് ചൈനക്കാരുടെ ഒരു പാവയാണ്. ചൈനയിലത്തെ ഒരാള് തോണി തൊഴിഞ്ഞു പോകുന്ന ഒരു അതെ 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 ആണല്ലേ. ഒരു കൈ കൊണ്ടാണ് അദ്ദേഹം ദാ കണ്ടില്ലേ. ഓക്കെ. ഒരു ചൂണ്ടൻ വെള്ളം കൂടി ഉണ്ടാക്കണം. ചൂണ്ടൻ വെള്ളം ഉണ്ടാക്കണം അല്ലേ? ഞാൻ ഉണ്ടാക്കിയതാണിത്. പാട്ട് പാടുവോ? പാട്ട് പാടോ? തോണിപ്പാട്ട്. എന്നാ പാടാം. ഞാനും നീ ഇതൊക്കെ വന്നു പഠിച്ചു. ഞാനേ ചൂണ്ടൻ വള്ളം വീഡിയോ എടുക്കാൻ പോയിരുന്നു. ആണോ? ആ, വള്ളം കളിയുടെ ഇടക്ക് വള്ളത്തിൽ കയറിയല്ലേ? അവരെല്ലാം കൂടി പാടി പഠിപ്പിച്ചതാ. ഓ, നൈസ് നൈസ്. അടിപൊളിയാണ് കേട്ടോ. താങ്ക് യു. അപ്പൊ ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടമായി. കണ്ടില്ലേ, ഇതിന്റെ കൊത്തുപണികളൊക്കെ മാത്രം ഉപയോഗിച്ചുകൊണ്ടേ വീശറി. ഇത് വീശറിയാണിത്. ലെതറിന്റെ വീശറി. അങ്ങനെ കുറെ ഐറ്റംസ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മാർക്കറ്റിൽ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കും. അപ്പൊ ഒരു ഭാഗത്ത് വരുമാനം കിട്ടും. അതുകൊണ്ട് ചായ കുടിക്കും. ചായ മാത്രം കുടിക്കുള്ള? ചായ ആഹാരം കഴിക്കും. ചായ മാത്രമല്ല, കടിയുമുണ്ട്. ഞാൻ തിരിച്ചു കടിക്കൂട്ടോ. ചായയുടെ കൂടെ കഴിക്കുന്ന കടി. ഓ, മനസ്സിലായില്ലേ? ഇതാരാ? കഥകളിയാണോ? അത് കഥകളിയാ. ഇത് കഥകളി പാവ. കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ പാവകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കഥകളി കഥാപാത്രം. കഥകളി ഹനുമാൻ. ഹനുമാനാണ്. കഥകളിയില് ഹനുമാന് വാലുണ്ടാവില്ല. വാലില്ലാത്ത ഹനുമാൻ. അതങ്ങനെയാടാ. ഓക്കെ, എനിക്കിഷ്ടമായി. ഒടുക്കത്തുള്ള ആറാട്ടോ. ഒടുക്കത്തുള്ള ആണല്ലേ? ഹനുമാൻജി നമസ്കാരം. നമസ്കാരം. കഥകളി പാട്ടൊക്കെ പാടുമ്പോ കഥകളി പാട്ട് വല്ലതും അറിയോ? എനിക്കറിയില്ല. വിരാട കുമാര വിഭോ ചാരുധര ഗുണസകരമോ. അപ്പൊ ഏത് പാട്ട് പാടിയാലും അദ്ദേഹം കളിക്കും. കഥകളി പാട്ട് അറിയില്ലേ? അറിയാം. കേട്ടിട്ടുണ്ട്. പഠിച്ചില്ല അല്ലേ? പഠിക്കണം. പഠിക്കൂ. ദീർഘായുസ്സോടുകൂടി ദീർഘായുഷ്മാൻ ഭവ അനുഗ്രഹിച്ചിരിക്കുന്നു. എപ്പോഴും ഹനുമാന്റെ സേവ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. ദീർഘായുഷ്മാൻ ഭവ. ഹാപ്പിയായി അല്ലേ? അറിയോ? നൂൽപ്പാവ. ഇത് സ്ട്രിംഗ് പപ്പറ്റ് എന്ന് പറയും. രാജസ്ഥാനിലെ കട്ട്പുത്തലി എന്ന് പറയും. ആ ഒരു കലാരൂപമാണിത്. അയ്യോ, നല്ല രസമുണ്ട്. മ്യൂസിക് ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. മ്യൂസിക് ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലേ? കോപ്പിറൈറ്റ് അടിക്കും അല്ലേ? പാടിയാ ഞാൻ കളിക്കും. പാട്ടിനകത്ത് ഡാൻസ് കളിക്കും. ആണോ? ഞാൻ പാട്ട് പാടാം. പാട്ട് പാടും. ചിങ്ങമാസം വന്നു ചേർന്ന നിന്നെ ഞാൻ സ്വന്തമാക്കും. ഹലോ, നമസ്കാരം. ഞാൻ വിദൂഷകൻ. കാലത്തെയും മാനത്തെയും എടുത്ത് അമ്മാനമാടി കളിക്കുന്ന വിദൂഷകൻ. എനിക്ക് ഏത് നാടകവേദിയിലും കയറിച്ചെല്ലാം, ഏത് സദസ്സിലും കയറിച്ചെല്ലാം. ഞാൻ ഇന്നിവിടെ തോൽപ്പാവക്കൂത്ത് കേരളീയം എന്ന പരിപാടിയിൽ പാവക്കൂത്ത് കാണുവാൻ വന്നിരിക്കുകയാണ്. ഏവർക്കും നമസ്കാരം. മാന്യ സദസ്സിന് നമസ്കാരം. ആൺകോഴിന ലോകത്ത് അവരുടെ ചരടിലാടുന്ന നൂൽപ്പാവുകളല്ല സ്ത്രീകൾ. ദേവീക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്ന നൂൽപ്പാവക്കൂത്തിൽ സ്ത്രീ സാന്നിധ്യം എക്കാലത്തും വിശുദ്ധമായിരുന്നു. എന്നാൽ പത്മശ്രീ ശ്രീ രാമചന്ദ്ര പുലവരുടെ നേതൃത്വത്തിൽ പൂനത്തറ തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രം
ചരിത്രത്തിലാദ്യമായി എണീച്ചിരിക്കുന്നു പെൺപാവക്കൂത്ത്. ഇരുട്ടിയിട്ടും ഇത്ര നേരം നീ എവിടെയായിരുന്നു? ഞാൻ ഉമ്മക്കുട്ടിയുടെ കൂടെ കളിക്കാൻ പോയതാണമ്മേ. നേരം ഇരുട്ടിയിട്ടാണോ നിന്റെ ഒരു കളി? നാളെ മുതൽ സന്ധ്യയ്ക്ക് മുന്നേ തന്നെ വീട്ടിനുള്ളിൽ കേൾക്കൊള്ളണം. നീ ഒരു പെൺകുട്ടിയാണ്, അതോ അമ്മ വേണം? എന്താണമ്മേ പെൺകുട്ടികൾക്ക് കുഴപ്പം? തോൽപ്പാവക്കൂത്ത് എന്താണെന്ന് ഞങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചു. ഞങ്ങൾ വളരെ സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം തന്നെ. ഈ തോൽപ്പാവക്കൂത്ത് കളി കണ്ടു, മനസ്സ് നിറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. കേരളീയം പരിപാടിയിൽ 7 ദിവസം ഇവിടെ 7 വ്യത്യസ്തമായിട്ടുള്ള തോൽപ്പാവക്കൂത്തിലെ ചരിത്രവും കഥകളും, രാമായണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗാന്ധി കഥ, ഇന്ന് കാണിക്കാൻ പോകുന്ന സ്ത്രീ ശാക്തീകരണം, യേശുദേവൻ്റെ കഥ, അറബി കഥകൾ, കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുക്ക് ചെയ്യുന്നുണ്ട് അവസാന ദിവസം. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കഥകൾ കേരളീയം എന്ന പരിപാടി വെച്ചത് കൊണ്ടാണ് ഇവിടുത്തെ കേരള ജനതയ്ക്ക് എല്ലാം അഭിമാനമായി കൊണ്ടിരിക്കുന്ന ഈ കഥ, ഈ കലാരൂപം ഏവരിലേക്ക് എത്തിക്കുവാനും, അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ രണ്ടുപേരെല്ലാം ചേർന്നുകൊണ്ട് ഓരോ സുഹൃത്ത് ബന്ധം അതിന് തുടർന്ന് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ദൈവനാമത്തിൽ പറഞ്ഞുകൊണ്ട് നമസ്കാരം. നമസ്കാരം. സന്തോഷം. ടാറ്റാ.